അഭിരാമിയെ താലാട്ടു സാമിയെ നാന്താനെ തെരിയുമാ. അത് എനിക്ക് മാനസികമായിട്ട് എനിക്ക് ഒരുപാട് വേറൊരു ഒരു ട്രിപ്പ് തന്ന ഒരു ഇതാണ്. ബേസിക്കലി ഞാനൊരു തമിഴ്നാണ്. നമ്മളെല്ലാവരും ജീവിതത്തിൽ പോരാടുന്നു. സിനിഫീൽഡ് വലിയ ഫോളോവറാണ് ഞാൻ. ബ്രോ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും നമുക്കെല്ലാവർക്കും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ധ്രുവങ്ങൾ 16 അപ്പോൾ ബ്രോ അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ ബ്രോയ്ക്ക് ഏറ്റവും എക്സ്പീരിയൻസ് കിട്ടിയ ഒരു ക്യാരക്ടർ ഏത് സിനിമയിലാണ്? എനിക്ക് തോന്നുന്നത് ആഹ എന്ന് പറയുന്ന സിനിമ ചെയ്തിട്ടുണ്ട്. വടംവലിയെ കുറിച്ച് ഒരു സിനിമയായിരുന്നു അത്. എനിക്ക് മാനസികമായിട്ട് എനിക്ക് ഒരുപാട് വേറൊരു ഒരു ട്രിപ്പ് തന്ന ഒരു ഇതാണ്, ഒരു സിനിമയാണ്. കാരണം അത് ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ബോഡി ട്രാൻസ്ഫോർമേഷൻ, പിന്നെ 2 വയസ്സ് ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ പാസ്റ്റും ഇതും പ്രസൻറ്റും ഇന്ദ്രേട്ടനും ഞാനും, പിന്നെ ഇന്ദ്രേട്ടനുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും, അത്രയും വലിയ നടൻ, അത്രയും നല്ല നടൻ ആയിട്ട് എനിക്ക് എന്താ പറയുക പെർഫോം ചെയ്യാൻ കഴിയുന്ന ഒരു ചാൻസാണ്. മാത്രമല്ലാതെ ഈ വടംവലി എന്ന് പറയുന്ന കാര്യം ബേസിക്കലി ഞാനൊരു തമിഴ്നാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ വടംവലിനെ കുറിച്ച് എത്രയും വലിയൊരു സ്പോർട്ടാണ് ഇവിടെ നിന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ല. എനിക്ക് ആ ഒരു വിവരം ഒരിക്കലും എനിക്ക് എന്താ പറയുക, ടഗ് ഓഫ് വാർ എന്ന് പറയുന്ന ഒരു സ്പോർട്ട് അറിയാം നമുക്ക്. പക്ഷേ അതിലേക്ക് കിടന്നിട്ട് ഇത്രയും ടീമുകളുണ്ട്. അത് ഒരു ഷൂട്ടിന് പോകുമ്പോഴത്തേക്ക് ഒരുപാട് ജേഴ്സികൾ ഞാൻ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ ഞെട്ടിപ്പോയി. ഈ വടംവലി എന്ന് പറയുന്ന ഒരു സ്പോർട്ട് ഇത്രയും സീരിയസ് ആയിട്ട് എന്താ പറയുക ആഘോഷിക്കുന്ന ഒരു സ്പോർട്ടാണ്. മാത്രമല്ലാതെ ആ സ്പിരിറ്റ് ഓഫ് ദ ഗെയിമിലാണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആയത്. ആ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ, അതിൽ ഒരു എനർജി, പിന്നെ അതിന് വേണ്ടിയുള്ള ഒരു കോർ സ്ട്രെങ്ത്തും കാര്യങ്ങൾക്കും. പിന്നെ മാത്രമല്ല നമ്മളെല്ലാവരും ജീവിതത്തിൽ പോരാടുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ. അതായത് ചാലഞ്ചസ് ആയാലും നമ്മുടെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ കിടന്ന് പോകുമ്പോഴത്തേക്ക് ആ വടംവലി ശരിക്കും ഒരു മെറ്റഫോറിക്കൽ മീനിങ് ആയിരുന്നു എനിക്ക്. നമ്മൾ ഇങ്ങോട്ട് ഇങ്ങനെയെങ്കിലും ചത്ത് മറിച്ചാലും വിട്ടുകൊടുക്കല്ലേ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ആ ഒരു കാര്യത്തിലേക്ക് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ എനിക്ക് ഒരു ഇതുണ്ടാക്കി, ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ മൈൻഡ് സെറ്റിൽ. സോ പറ്റുന്ന പോലെ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്ന ഒരു കാര്യം, ഒരു മോട്ടോ ആ സിനിമ വഴി എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയുള്ള ഒരു കാര്യം ആഹയാണ്. അതല്ലാതെ ഒരുപാട് സിനിമകൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. എന്നെ ഒരുപാട് എന്താ പറയുക നല്ല നല്ല വേഷങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആഹ എനിക്ക് മാനസികമായിട്ട് എനിക്കൊരു ചേഞ്ച്. ഇപ്പം പുതിയ പ്രൊജക്റ്റ് മലയാളത്തിലേതേലും ലാസ്റ്റ് 1000 ബേബീസാണ്. അത് നല്ലപോലെ സ്ട്രീം ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം അടുത്ത വർഷങ്ങളാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തമിഴിൽ ഒരുപാട് സിനിമകളുണ്ട്. നമ്മൾ ആക്ച്വലി ഹിന്ദി ഡെബ്യൂ ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത വർഷം റിലീസായിരിക്കും. യശ്രാജിൻ്റെ പ്രൊഡക്ഷനിൽ ഒരു വെബ് സീരീസാണ് ചെയ്തത്. എല്ലാം കഴിഞ്ഞു. അല്ല, ഇപ്പോൾ അടുത്ത വർഷം അത് റിലീസാവും. നെറ്റ്ഫ്ലിക്സിലാണ് റിലീസാവുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഒരുപാട് നന്ദി. നമുക്ക് വേണ്ടി കമലഹാസൻ സാറിൻ്റെ ഒരു പാട്ട് പാടും, കൺമടി അൻപോട്. എൻ്റെ ഒരു സ്റ്റൈൽ പാടട്ടെ. അഭിരാമിയെ താലാട്ടു സാമിയെ നാന്താനെ തെരിയുമാ, ഉനക്ക് പുരിയുമാ. താങ്ക്സ് ടു ഓൾ ദ സിനിഫീൽ ഓഡിയൻസ്. എല്ലാവർക്കും നന്ദി പ്രോത്സാഹിച്ചതിനും. താങ്ക് യു സോ മച്ച്. സിനിഫീൽഡ് വലിയ ഫോളോവറാണ് ഞാൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.